ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ സെക്കൻഡ് അക്കൗണ്ട് ആയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് വിധേന നമ്മൾ പ്രിപ്പയർ ചെയ്യും എന്നാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ അവിടുത്തെ ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതിനു മുന്നേ നമുക്ക് ഒരു ചെറിയൊരു പോയിന്റ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെയുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്ത് റിസീവ് ചെയ്താലും എന്ത് പേയ്മെന്റ് ചെയ്താലും നമ്മൾ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യും. അത് ആ വർഷത്തെ എപ്പോൾ റിസീവ് ചെയ്തെന്നോ അല്ലെങ്കിൽ അതിന് കിട്ടാനുള്ളതാണോ കിട്ടിയതാണോ എന്ന് നോക്കാതെ ആ വർഷം എന്ത് കിട്ടിയാലും നമ്മൾ റിസീപ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ആ വർഷം എന്ത് പേ ചെയ്താലും നമ്മൾ പേയ്മെന്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് അതാത് വർഷത്തെ ഡീറ്റെയിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ദാറ്റ് ഈസ് കറണ്ട് ഇയർ ഇൻകവും എക്സ്പെൻസും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഈ കറണ്ട് ഇയർ ഇൻകവും എക്സ്പെൻസും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ റവന്യൂ റിസീപ്റ്റും റവന്യൂ പേയ്മെന്റും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെയിൽ നടത്തുകയോ ചെയ്താൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഒരു കാരണവശാലും എടുക്കുന്നതല്ല. ദാറ്റ് ഈസ് അതാത് വർഷത്തോ എക്സ്പെൻസും അതാത് വർഷത്തെ റവന്യൂ ഇൻകവുമാണ് നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്, ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റും ആണ് എങ്കിൽ നമ്മൾ നേരെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും ആൻഡ് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻകവും കാണിക്കുന്നത്. സോ ഇവിടുത്തെ ഡെബിറ്റ് സൈഡിലെ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ ക്രെഡിറ്റ് സൈഡിലുള്ള പേയ്മെന്റ് ഐറ്റങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റവന്യൂ റിസീപ്റ്റും പേയ്മെന്റുകളും മാത്രം എടുത്ത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്താൽ മതി. നമുക്ക് ഒന്നുമായി നോക്കാം. ആദ്യത്തെ നമുക്ക് റിസീപ്റ്റ് സൈഡിലെ റിസീപ്റ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് ബാലൻസ് ഉണ്ട് 3200 രൂപ. ഒരു കാരണവശാലും നമ്മൾ അസറ്റുകളോ ലയബിലിറ്റികളോ നമ്മൾ ഒരു കാരണവശാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു ഐറ്റം നമുക്ക് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക്കലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് സബ്സ്ക്രിപ്ഷൻ. സോ അതാത് വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് തന്നെ നമ്മൾ അസൈൻ ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 22,500. നമ്മൾ സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ ഇവിടെ നമുക്ക് ഒരു ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ 1250. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ഡൊണേഷൻ എന്നറിയപ്പെടുന്നത്. ഡൊണേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ആണ്. ഡൊണേഷൻ 2500. അടുത്തെന്ന് പറയുന്നത് റെന്റ് ഓഫ് ഹാൾ. ദാറ്റ് ഈസ് നമ്മൾ അവിടുത്തെ ഹാള്, ദാറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഹാൾ ഉണ്ടായിരുന്നു, ഇത് റെന്റിന് കൊടുത്ത് അത് മുഖാന്തരം കിട്ടിയ ഇൻകം ആണ് റെന്റ് ഓഫ് ഹാൾ. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റവന്യൂ റിസീപ്റ്റ് ആണ്. rent of hall 750 rupees.
നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു റവന്യൂ ഇൻകം അല്ല, അതൊരു ക്യാപിറ്റൽ ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈ ഐറ്റം നമ്മൾ എടുക്കുന്നില്ല, ബാക്കി ഇതെല്ലാം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്തത്. ഇനി നമുക്ക് പേയ്മെന്റ് സൈഡിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സൈഡിലൂടെ ഏതൊക്കെ പോകും നോക്കാം. ആദ്യത്തേത് സാലറി. തീർച്ചയായിട്ടും ഒരു റവന്യൂ പേയ്മെന്റ് ആണ് സാലറി. Salary amount 1500. The next item, rent. Rent is also an revenue expense. Right, 800. Then electricity, it is also an expense. It is also an expense. Electricity, rupees 3500. The next item, printing. That is printing and stationery. That is printing. Printing നമ്മളുടെ ഒരു റവന്യൂ റിസീപ്റ്റ് തന്നെയാണ്, 380. Then next, taxes. Tax is also a revenue payment. Taxes 1700. The next item, sundry expenses. Sundry expenses means ഒരു കൂട്ടം എക്സ്പെൻസ് എന്നുള്ള ഒരു മീനിങ് ആണ്. ദാറ്റ് ഈസ് അല്ലറ ചില്ലറ എക്സ്പെൻസ് എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് ഒരു കൂട്ടം എക്സ്പെൻസ്. ഇറ്റ്സ് ആൾസോ റവന്യൂ എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ് amount 920. The next item, book purchased. Book purchase means it's not a revenue payment, it's capital payment. That is ഒരു ബിസിനസ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ബുക്കുകൾ പീരിയോഡിക്കൽ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റവന്യൂ പേയ്മെന്റ്, ഇറ്റ്സ് ക്യാപിറ്റൽ പേയ്മെന്റ്, ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ്. The next item, government bond. That is something, that is an investment in government bond. നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതും ഒരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്, ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ്. നെക്സ്റ്റ് ഐറ്റം, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്. ദാറ്റ് ഈസ് ബാങ്കിൽ നമുക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാഷ് ആണ്, ക്യാഷ് ഡിജി ഒരു അസറ്റ് ആണ്. അസറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് എടുക്കേണ്ടത് ആവശ്യമില്ല. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ് ക്യാരിഡ് ഓൺ. ദാറ്റ് ഈസ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിലോടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കൊരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റങ്ങൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കിനി ബാലൻസ് ചെയ്യാം. നമ്മൾ ഏതൊരു അക്കൗണ്ടിനെയും പോലെ തന്നെയാണ് ഇതും ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും നമ്മൾ താരതമ്യം ചെയ്യും. അതിൽ ഹയസ്റ്റ് എമൗണ്ട് എവിടെയാണെന്ന് നോക്കും. നമ്മൾ ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ സൈഡാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഈ സൈഡ് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 27,000 ആണ്. 27,000 ആണ് നമുക്ക് വരുന്നത്. Then നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8,800 ആണ് വരുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 27,000 നിന്ന് 8,800 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 17,200 ആണ്. ഈ 17,200 നമുക്ക് കിട്ടുന്ന, സോ അത് നമ്മൾ ഇവിടെ എഴുതും 17,200. That is excess of income over expenditure. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് surplus. Excess of income over expenditure നമ്മൾ അറിയപ്പെടുന്നത് സർപ്ലസ് എന്നാണ്. ഈ സർപ്ലസ് നേരെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന എമൗണ്ടിന്റെ കൂടെ നമ്മൾ ഈ സർപ്ലസും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും.